നമ്മൾ ഈ എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്കാണ് ഇപ്പോൾ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. ഇതിൽ വരുന്ന ആഴ്ചകളിലൊക്കെ തന്നെ കൂടുതൽ ദൈർഘ്യം ഇതിനുവേണ്ടി നമ്മൾ നീക്കി വയ്ക്കും. ഇതിന് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇന്ത്യൻ മീഡിയയിലെ ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ബോധവൽക്കരണ യജ്ഞത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാസലഹരി പോലെയുള്ള കാര്യങ്ങൾ കേരളത്തിലേക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 2 മണിക്കൂർ നേരം എന്തായാലും ടി വിക്ക് മുന്നിൽ ഇവരെ പിടിച്ചിരുത്തണം. വലിയ പാടാ, അവരിരിക്കത്തില്ല, അവരിരുന്ന് തരത്തുമില്ല. പക്ഷേ ഈ 2 മണിക്കൂർ എന്ന് പറയുന്നത് ഒരുപാട് കാര്യം അതിൻ്റെ പിന്നിലുണ്ട്. അത് കൃഷ്ണ ഈ വാർത്ത പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ SK അനുജ, നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അതുല്യയുടെ ആത്മഹത്യ കണ്ടു. അല്പസമയം മുമ്പ് അതുല്യയുടെ ഭർത്താവ് ലഹരിയിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു പെരുമാറിയതെന്നുള്ള ആ ഒരു വീഡിയോയും നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഞെട്ടൽ, അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിൽ അതേപോലെ ഒരാളുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഓരോ മിനിറ്റും അസ്വസ്ഥമായിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. കഞ്ചാവിന് അടിമയായ ഒരു 17-കാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിറകണ്ണോടെ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ മാതാപിതാക്കൾ. പഠനത്തിൽ വളരെ മിടുക്കനായിരുന്ന ഈ കൗമാരക്കാരൻ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നതും പതിവാണ്. കഞ്ചാവിന് പുറമെ നൈട്രോസാൻ 10 എന്ന ഗുളികയും ആവശ്യപ്പെടും. ലഹരി വിമുക്ത കേന്ദ്രത്തിൽ മകനെ എത്തിച്ച് ചികിത്സ നൽകാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനായുള്ള പണമില്ലെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അലക്സ് തയ്യാറാക്കിയൊരു റിപ്പോർട്ടിലേക്ക്. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മുടെ കുരുന്നുകളെ, പുതിയ തലമുറ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബങ്ങളെയും ശിഥിലമാക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നൊരു 18 വയസ്സുകാരൻ്റെ മാതാപിതാക്കൾ അവരുടെ പരാതി പറയുകയാണ്. അമ്മ, ഇത് എപ്പോൾ മുതലാണ് ഇത് ഉപയോഗിക്കുന്നത്? മോനൊരു 17 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ യൂസ് തുടങ്ങിയത്. അത് നമ്മൾ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചു പോയി. എക്സാം ടൈമിലൊക്കെയാണ് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി. നമുക്ക് അറിയത്തില്ലായിരുന്നത്. പിന്നെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തു, നമ്മളത് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് എടുത്തു. എന്നിട്ടും ഫലം ചെയ്തില്ല. ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളം കഴിഞ്ഞു ഇതിൻ്റെ യൂസേജ് തുടങ്ങി. എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അറിയാം? അവൻ നമുക്ക് കറക്റ്റ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് കഞ്ചാവിൻ്റെ തെളിഞ്ഞിട്ടുണ്ട്. വേറൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അവൻ ഇടയ്ക്ക് നൈട്രോസൺ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ട്. ഇതിനു വേണ്ടി ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ടോ വീട്ടിൽ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് ചോദിക്കാറുണ്ട്. ഇപ്പം ഭയങ്കര ക്യാഷ് കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിയിലോട്ടായി. മകൻ ഇങ്ങനെ നമ്മളെ ആക്രമിക്കുമെന്നൊക്കെയുള്ള ഒരു ഭയം അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. അവന് പാനിക്കാക്കും നമ്മളെ. ക്യാഷ് വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ്. മുൻപ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പാനിക്കാക്കുന്നുണ്ട്. പിന്നെ പഠിക്കുന്നില്ല, നന്നായി പഠിക്കുമായിരുന്നു. അവൻ്റെ വിദ്യാഭ്യാസം പോയി. പുറത്ത് മറ്റു കൂട്ടുകാരൊക്കെ ഉണ്ടോ മകൻ? അങ്ങനെയാണോ? ഫുട്ബോൾ കളിക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ എന്തോ വന്ന കണക്ഷനാണ് ഇത്. ഒരുപാട് പേരുണ്ടെന്നാണ് തോന്നുന്നത്. പിള്ളേർ ഇതിലോട്ടങ്ങ് ആയിപ്പോയ പിള്ളേർ ഒരുപാടുണ്ട്. നമ്മളാ എങ്ങനെ രക്ഷിക്കുമെന്ന് പോലും അറിയത്തില്ല. ആ വലയിൽ നിന്ന് ഭയങ്കര പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഫ്യൂച്ചർ പോയി. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. 99% മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. കിടന്നുറക്കം, വൈകുന്നേരം ആകുമ്പം ഇങ്ങനെ കൂട്ടുകാരോടെ പോവുക, രാത്രി വീട്ടിൽ വരാതിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്കൊക്കെയുള്ള ഒരു സ്വഭാവം ഉണ്ട്. അതിപ്പം വന്ന് തുടങ്ങിയതാണ്. ഇപ്പം ഫൈനലി ഇപ്പം നമ്മളെ കല്ലെടുത്തെറിയുക, പൂട്ടിയിടുക, പിന്നെ നമ്മളെ കൊല്ലും എന്ന് പറയുക, എല്ലാവരെയും കൊല്ലുക, വീട്ടിലുള്ള മറ്റുള്ളവരെ കൊല്ലും എന്ന് പറയുക. എവിടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളാദ്യം എല്ലാവരും അറിഞ്ഞാൽ ഭയങ്കര അവൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കും, നാണക്കേടാണ്, അങ്ങനെയുള്ളൊരു പയ്യനല്ല. ഇങ്ങനത്തെ എല്ലാവരും അറിഞ്ഞാൽ നാണക്കേട്. അങ്ങനെ പ്രൈവറ്റിലാണ് കൊണ്ടുപോയത്. പുള്ളിക്കാരൻ പ്രൈവറ്റിൽ കൊണ്ടുപോയി. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഏകദേശം 1 ലക്ഷത്തോളം ആയപ്പോഴും തന്നെ നമ്മൾ താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ നിന്ന് എക്സാമും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം പുള്ളിക്കാരെ ഇപ്പോഴും കൂടുതലും അതിലോട്ട് ആയി എന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം. പുള്ളിക്കാരൻ ഇപ്പോൾ അത് ഇല്ലാതെ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മകനെ 18 വയസ്സേ ഉള്ളൂ. അതിൽ നിന്ന് ഇളയതെന്ന് പറയുമ്പോഴത്തേനും സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളെ. അതെ അത് തന്നെയാണ്. മോനെക്കാട്ടി ഇളയ പിള്ളേരും കൂടെ മോൻ്റെ കൂടെ നിൽക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉപയോഗിക്കുന്നത് ഒരു ദിവസം എനിക്ക് തന്നെ അത് ഇവർ കുറേ പയ്യന്മാർ നടന്നു പറഞ്ഞ സമയത്ത് ഞാൻ പിടിച്ച് സംസാരിച്ചപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചത് എൻ്റെ കൂടെ നല്ല രീതിയിലാണെന്ന്. എൻ്റെ കൂടെ അങ്ങനെ റൈസ് സംസാരിക്കണമല്ല. അന്നത്തെ ദിവസം എൻ്റെ കൂടെ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ ഒരു വേറെ റൈസായി സംസാരിച്ചു. അതെ ഞാൻ വേറെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്നെ അറിയാനുള്ള കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വല്ലയിടത്ത് ഞാൻ പിന്നെ അപ്പോൾ വണ്ടി എടുത്തോണ്ട് ഞാൻ നേരെ ജോലിക്ക് പോവുകയാണ് ചെയ്തത്. അതിനുവേണ്ടി ഉപദ്രവം വരെ ഉണ്ട്. മുമ്പ് ഒരിക്കൽ അറിഞ്ഞു വെച്ചാൽ ദേഷ്യം വന്ന അവൻ ആയുധം വരെ എടുത്ത് പ്രയോഗിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോനെ നേരെ അവൻ്റെ ജീവിതം തിരിച്ചുകൊണ്ട് എത്തിക്കണം. എന്നാൽ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് എന്തായാലും പുള്ളിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. എൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ കുറച്ച് ദിവസം അഡ്മിറ്റാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് മോൻ വന്ന് നിൽക്കുന്നത്.
അച്ഛനും അമ്മയും തിരിച്ചറിയുള്ള ഒരു ബോധം അവന് വരണം. ഇപ്പോൾ ആ ഒരു ബോധം ആ ഒരു ചിന്ത അവനില്ല. അച്ഛനാണ് അമ്മയാണെന്നുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും ഇപ്പോഴും അവനില്ല. MDMA അങ്ങനെ പോലുള്ള സാധനങ്ങളൊക്കെ അതാണ് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതാണ്, ഇപ്പം പറയുന്നതല്ല. അത് കെമിക്കലാണ്, ഇത് നാച്ചുറലാണ്, ഇത് ഒരു കുഴപ്പമില്ല. എന്ത് നാച്ചുറലാണ്? കഞ്ചാവ് നാച്ചുറലാണെന്നാണ് അന്ന് അവിടെ പറഞ്ഞത്. പക്ഷേ ഈ ഗുളിക ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഉറക്കം വരുന്നില്ല, ഉറക്കം വരാനാണ് അത് വേണം എന്ന് പറയുന്നത്. സ്വമേധയെ അദ്ദേഹം ഇത്തരം ഏതെങ്കിലും കേന്ദ്രങ്ങൾ, വിമുക്തി പോലുള്ള കേന്ദ്രങ്ങളൊക്കെ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല വരത്തില്ല. അത് പറഞ്ഞിട്ടുണ്ട്. അതൊരു റിവഞ്ചായിട്ട് അവ എടുത്തിരിക്കുന്നതാണ്. പറയുന്നത് അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിക്കേ വേണ്ടെന്നാണ് പറയുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് തന്നെ നമ്മളോടൊപ്പം ചേരും. അലക്സ്, നമ്മളിത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഉള്ളതിനപ്പുറമായിട്ടുള്ള ഒരു ഭീകരാന്തരീക്ഷമാണല്ലോ ആ ഒരു വീട്ടിലുള്ള. ഒരു മിനിറ്റ് കണ്ണടച്ച് നിന്ന് നമ്മൾ ആ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ആ വീട്ടിലാണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളാണ് അനുഭവിക്കുന്നതെന്ന് സങ്കല്പിച്ച് നോക്കുക. എത്രത്തോളം ഭീതിതമാണ് അവസ്ഥയെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ നെഞ്ചിലൂടെ ആ നടുക്കം കടന്നു പോകും. അപ്പോൾ ഇപ്പോൾ മാതാപിതാക്കളുടെ ആവശ്യം, പ്രത്യേകിച്ച് ഇൻസൈറ്റ് ഇല്ലാത്ത ഒരു കുട്ടിയാണ്, അവൻ ഇതിൽ നിന്ന് മുക്തനാകണമെന്നൊരു താല്പര്യമില്ല. ഏത് രീതിയിലുള്ളൊരു സഹായമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ക്രിസ്റ്റീന, ഇതിൽ അവരുടെ പശ്ചാത്തലം കൂടി അറിയേണ്ടതുണ്ട്. അതായത് മാതാപിതാക്കൾ വേർപെട്ട് താമസിക്കുകയാണ്. മാതാവിൻ്റെ കൂടെയാണ് ഈ മകനുള്ളത്, 18 വയസ്സുകാരനായ മകനുള്ളത്. അവർ തന്നെ ബന്ധുവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ആ വീട്ടിലാണ് ഈ 18 വയസ്സുകാരനായ മകൻ ഈ കഞ്ചാവിന് അടിമപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ഭീഷണി, ഇത്തരം ദേഷ്യപ്പെടൽ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് അവരുടെ പരാതി. അവർ അങ്ങേയറ്റം വേദനയിലാണ്. ഇത്തരം ഈ മകനെ കൊണ്ടുള്ള ഇത്തരം വിഷയങ്ങൾ കൂടിയപ്പോഴാണ് പിതാവിനെ ബന്ധപ്പെട്ട് പറയുന്നത്. തന്നെ കൊണ്ട് മാത്രം ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഈ മാതാവ് പറയുന്നതും, അങ്ങനെ പിതാവ് കൂടി ഈ മകനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇറങ്ങിയതും അങ്ങനെയാണ്. നമ്മളെ രണ്ടുപേരും കൂടി ഒന്നിച്ച് വന്നാണ് ഇത് കാണുന്നതും നമ്മളോട് സംസാരിക്കുന്നതും. അവരുടെ സ്വകാര്യത പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത സംരക്ഷണം ചെയ്യുന്നത് പോലും. തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് തന്നെയുള്ള പ്രദേശമാണ്. +2 വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു വിഷയം ഈ കുട്ടിക്ക്, 18 വയസ്സുള്ള ഈ കുട്ടിക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്, ആ +2 പോയിട്ടുണ്ട്. പക്ഷേ 90%, 95% മുകളിൽ മാർക്ക് വാങ്ങുന്ന പഠനത്തിൽ മിടുക്കനായ കുട്ടിയാണ്. ഏതാണ്ട് 16.5 വയസ്സു മുതലാണ് ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങുന്നതെന്നാണ് മാതാപിതാക്കൾ സംശയിക്കുന്നത്. 1.5 വർഷമായി കഞ്ചാവിന് അടിമയാണ് എന്നവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗുളിക കൂടി, നൈട്രോസൺ 10 എന്ന് പറയുന്ന ഒരു ഗുളിക കൂടി ആവശ്യപ്പെടുന്നുണ്ടെന്ന് അവർ പറയുന്നു. പണം ആവശ്യപ്പെടുന്നുണ്ട്. വീട്ടിലിങ്ങനെ അമ്മയോടും അതുപോലെ അച്ഛനോട് ഫോൺ ചെയ്തുമൊക്കെ പണം ആവശ്യപ്പെടുന്നുണ്ട്. പണം നൽകിയില്ല എങ്കിൽ അങ്ങേയറ്റം ദേഷ്യം കാണിക്കും, ഭീഷണി കാണിക്കും. ആയുധം പോലും എടുത്ത് ആ വീട്ടിലുണ്ടായിരുന്ന ബന്ധുവിനെ നേരെ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് മാതാവ് ഇടപെട്ടാണ് അത് തടുത്തോന്ന് പറയുന്നു. മാതാവിനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നതായി അവർ പറയുന്നുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും തങ്ങളുടെ മകനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഈ മാതാപിതാക്കൾ അങ്ങേയറ്റമായി ആഗ്രഹിക്കുന്നത്. നേരത്തെ അവർ ഒരു ശ്രമം നടത്തിയിരുന്നു. അതായത് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ അധികമായപ്പോൾ അവർ ഒരു സ്വകാര്യ അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോയി. ഏതാണ്ട് 1 ലക്ഷം രൂപയോളം അവർ മകന് വേണ്ടി ചിലവാക്കി. പക്ഷേ അവരുടെ കയ്യിൽ ഇനി പണമില്ല. രണ്ടുപേരും സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവരാണ്. അത്തരത്തിൽ പണമൊന്നും അവരുടെ കയ്യിൽ എടുക്കാനില്ല. അവർക്ക് സർക്കാർ കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും തങ്ങളുടെ മകനെ എത്തിച്ച് ജീവിതത്തിലേക്ക് ഇതിൽ നിന്ന് മാറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് എവിടെ അതിനെ സമീപിക്കണമെന്നുള്ള കാര്യം അവർക്കറിയില്ല. ഇനി മകനെ അങ്ങനെ ഈ വിമുക്തി പോലുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് മകൻ തടയും. മകൻ അത് തീരെ താല്പര്യമില്ല. അതൊരു റിവഞ്ച് പോലെ മകൻ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് അവർ പറയുന്നുണ്ട്. അതെങ്ങനെ വേണമെന്നുള്ള കാര്യമാണ് ഇനി ആലോചിക്കേണ്ടത്. മകനെ എങ്ങനെ, അതായത് സ്വാഭാവികമായി എക്സൈസിൻ്റെ മറ്റു വലയിലേക്ക് വീഴാതെ, അതായത് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ വലയിൽ ഉൾപ്പെട്ട ആൾ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രതിയുടെ സ്ഥാനത്തിലേക്ക് തങ്ങളുടെ മകനെ കാണാൻ അവർക്കാകില്ല. അങ്ങനെ വരുന്നതിനോട് അവർക്ക് യോജിപ്പുമില്ല. പക്ഷേ അവർക്ക് ഈ വിപത്തിൽ നിന്ന് തങ്ങളുടെ മകനെ രക്ഷിക്കുകയും വേണം, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും വേണം. അലക്സേ, യഥാർത്ഥത്തിൽ ഇവർക്ക് ഇപ്പം ഈ വല വിമുക്തി കേന്ദ്രത്തിലേക്ക് ഈ മകനെ കൊണ്ടുപോകാനേ അത്ര കൂടുതൽ പണച്ചെലവുണ്ടോ? പ്രത്യേകിച്ച് സർക്കാർ ഡി അഡിക്ഷൻ സെൻ്ററുകളാണെങ്കിൽ അത്ര വലിയ ചിലവ് വരില്ല. മാത്രമല്ല നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. നമുക്കങ്ങനെ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ 24 കണക്ട് വഴി നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു ചെറുപ്പക്കാരനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള യത്നത്തിൽ അലക്സ് റാം മുഹമ്മദ് തന്നെ ഇടപെട്ട് അവരോട് സംസാരിക്കുക. നമുക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.